ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കാറ്ററിംഗുകാരുടെ പാർട്ടികളിൽ വിളമ്പുന്ന കൊതിയൂറും രുചിയുള്ള ചിക്കൻ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരുന്നത്. വീഡിയോ എല്ലാവരും കാണുക, കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റങ്ങൾക്കൊപ്പം വിളമ്പാൻ സൂപ്പറാണ്. അതുപോലെ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അതിന്റെ മസാലയായിട്ടും ഈ ഒരു റോസ്റ്റിനെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. 1 കിലോ ചിക്കന് 3 സവാളയാണ് കണക്ക്. റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന സവാള കുറച്ച് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോഴാണ് ഇതിന് അപാര സ്വാദ് കൂടി കിട്ടുന്നത്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആർക്കും ഈ ഒരു റെസിപ്പി സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു റെസിപ്പിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് നല്ല അപാര രുചിയുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2.5 കിലോ അളവിലാണ് ചിക്കനെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഒരു 15 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനെ ഇതേ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം ചിക്കൻ നിറയെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വിനാഗിരിയും 1/2 കപ്പോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ചിക്കനെ ചെയ്തു കൊടുക്കുന്നത് ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടാനും ചിക്കനിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിനെ മൂടി ഒന്ന് വെച്ചു കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1/2 മണിക്കൂറിന് ശേഷം ചിക്കനെ മൂടി വെച്ചിട്ടുള്ള മൂടി തുറന്ന് നോക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ നല്ല വെളുത്ത കളറിലായിട്ടാണ് മാറി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കനെ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഇതിനെ കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ചിക്കനിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മാരിനേഷൻ ഉണ്ട്. ഇതിനായിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1/2 സ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുന്നത് നമ്മുടെ ചിക്കനെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കണം. ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിയായി കീറിയതിന് ശേഷം ചിക്കനിലേക്ക് ഒന്ന് ചേർക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങ നീര് കൂടെ നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ നീര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുവാണ്. ഇന്നത്തെ ഈ ഒരു റോസ്റ്റ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/2 മണിക്കൂർ നേരത്തേക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പുറത്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഈ റോസ്റ്റിനെ തയ്യാറാക്കുമ്പോൾ ചിക്കനെ നേരത്തെ തന്നെ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിക്കനെ തിരുമ്മി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്കായിട്ട് ഒരു 6 സവാളയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോ ചിക്കന് 3 സവാള എന്നതാണ് കേട്ടോ കണക്ക്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ സവാള ആയതുകൊണ്ടാണ് 6 തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടിയൊക്കെ ഗ്രേവി ആവശ്യമാണെങ്കിൽ 2 കൂടെ എടുക്കാവുന്നതാണ്. സവാളയെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനായിട്ടൊരു ഗ്രേവി കൂടെ റെഡിയാക്കണം. ഗ്രേവി റെഡിയാക്കുന്നതിനായിട്ട് 1/2 മുറി നാളികേരം തിരുമ്മിയെടുത്തിട്ടുണ്ട്. 2 ബേ ലീഫ്, 15 കാഷ്യൂസ്, 1 പിടിയോളം കറിവേപ്പില, 1 സ്പൂൺ പെരിഞ്ചീരകം, 8 കറയാമ്പൂ, 1 തക്കോലത്തിന്റെ കുരുവെല്ലാം കളഞ്ഞൊന്ന് ഒടിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 4 കഷ്ണം കറുവപ്പട്ട, 1/2 സ്പൂൺ അളവിൽ കുരുമുളക്, 2 ജാതിപത്രി, 12 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഈ മസാലകളെല്ലാം തന്നെ നമുക്കൊന്ന് ചുവക്കെ വറുത്തെടുക്കണം. ആദ്യം സവാളയെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമായിരിക്കണം നമുക്ക് ഈ ഒരു മസാലയെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി സവാളയെ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. സവാളയെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്.
അങ്ങനെ ചെയ്യുമ്പോഴാണ് സവാള പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നത്. സവാളയെ പാനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കയ്യിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വിടർത്തിയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റി വെച്ച് കൊടുത്ത് വേണം ഇതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള എല്ലാം നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു പാകമാകുമ്പോൾ തന്നെ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. കോരി മാറ്റി കഴിയുമ്പോൾ നമ്മുടെ സവാളയുടെ കളറ് ഒന്നുകൂടെ മാറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേ ഒരു പാകമാകുമ്പോൾ തന്നെ സവാളയെ എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടതാണ്. സവാളയെ എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് കോരിയെടുക്കാനായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സവാളയിൽ ധാരാളം എണ്ണയെല്ലാം കുടിക്കാനും സാധ്യതയുണ്ട്. ഒരു 3 പ്രാവശ്യം കൊണ്ട് നമ്മുടെ സവാളയെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ചിക്കനെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുവാണ്. നമുക്കിത് ഒരു 3 തവണ കൊണ്ട് മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ ഒരു ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഭാഗവും മുരിഞ്ഞ പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അടുത്തത് കൂടെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കണം. ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ചിക്കന് നല്ല സ്വാദ് കിട്ടുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു തരി പോലും കരിയാതെയാണ് ചിക്കനെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി കൂടെ റെഡിയാക്കുന്നതും. ഇനി ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച നാളികേരവും മറ്റു മസാലകൾ ചേർത്തൊന്ന് ഫ്രൈ ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് കല്യാണ പാർട്ടികളിലും മറ്റുള്ള ആവശ്യങ്ങളിലൊക്കെ നല്ല കൊഴുത്ത മണമുള്ള ഗ്രേവിയോടുകൂടി കിട്ടുന്ന ഒന്നാണ്. ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങയെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 3 മിനിറ്റ് നേരം തേങ്ങയെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 8 കാശ്മീരി മുളക് കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 12 വറ്റൽ മുളക് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഒരു മുളകാണ് ഉള്ളതെങ്കിൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന എണ്ണം ഒന്ന് കൂട്ടിയാലും മതിയാകും. ഇപ്പോൾ മുളക് കൂടി ചേർത്തിട്ട് വീണ്ടും തേങ്ങയെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. മസാലകൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും കരിയാതെ കിട്ടുന്നതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മുളക് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 4 പച്ചമുളകിനെയാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളകും ചേർത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലകൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. മാറിയിട്ട് ഇതിനെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. അതിനുശേഷം നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി സവാള കൂടിയാണ് ചേർക്കുന്നത്. ഇനി സവാളയെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാനും വേണ്ടിയിട്ട് ഒരു 4 തക്കാളിയെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാണിച്ച തക്കാളിയെയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് പാകമായി വരുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റുന്ന ഗ്രേവിയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് മല്ലിപ്പൊടിയുടെ അളവ് വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി നമ്മുടെ മസാലകൾ നല്ലതുപോലെ മുരിഞ്ഞു പാകമായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റിയിട്ടുള്ള ഗ്രേവിയാണ് ഇതിലേക്കൊന്ന് ചേർക്കേണ്ടത്. മസാലകൾ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ നേരത്തെ മസാലകൾ പുരട്ടി വെച്ച അതേ പാത്രത്തിലുണ്ടായിരുന്ന ആ ഒരു ഗ്രേവി കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഗ്രേവിയിലെ എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂട് വെള്ളമായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്തായിരിക്കണം നമ്മൾ ഇതിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കേണ്ടത്.
ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ചിക്കനിലേക്ക് മസാല നല്ലവണ്ണം പിടിച്ച് കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് നേരം മസാലയിൽ ഇട്ട് കൊടുത്ത് വഴറ്റിയ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ഫ്രൈ ചെയ്ത ഒനിയനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഫ്രൈ ചെയ്ത ഒനിയനും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് പാർട്ടി സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. അതുകൊണ്ട് ഇതിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും തന്നെയില്ല. ഈ ഒരു മസാലകളെല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സോയാ സോസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം മൂടിയെ ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം തന്നെ നമ്മുടെ ചിക്കനിലേക്ക് നല്ല പോലെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാവുന്നതാണ്. മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതിനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഗരം മസാലപ്പൊടി ചേർക്കാം. മസാലകളുടെ പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും എരിവ് കുറവ് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ, കാറ്ററിംഗ് സ്പെഷ്യൽ നല്ല കിടുക്കാച്ചി ചിക്കൻ റോസ്റ്റ് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി റോസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ക്രിസ്മസ് ദിനത്തിൽ ബിരിയാണിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനൊപ്പം സെർവ് ചെയ്യാനും വളരെ ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്ച്ചോറ്, പത്തിരി, പൊട്ട, ചപ്പാത്തി, നാൻ അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ നമ്മുടെ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.